ഗായ്സ്, അപ്പൊ ഞങ്ങളിന്ന് സംസാരിക്കാൻ പോകുന്നത് UFC 305 പറ്റിയാണ്. അപ്പൊ പക്ഷെ 305 ഉണ്ടല്ലോ ശരിക്കും ഒരു മണ്ടത്തരങ്ങാണ്. 305 ഒരു മയാമിയിൽ വെക്കണമായിരുന്നു. റീസൺ 305 എന്ന് പറഞ്ഞാൽ അവരെ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്തു ഗൈസ്. അപ്പൊ ഗൈസ് ടേക്ക് ടു ഗൈസ്. അപ്പൊ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് UFC 305 കുറിച്ചാണ് ഗൈസ്. അപ്പൊ ഞങ്ങളിപ്പോ നോക്കിയപ്പോ ലൈക്ക് മല്ലൂസ് ഒരു UFC ആണെന്ന് മല്ലൂസ് എന്തോരം ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങൾക്കിങ്ങനെ നോക്കുന്തോറും ലൈക്ക് കുറവാണ്. ഒരു പുള്ളി ഉണ്ട്, പുള്ളി UFC തമിഴ് മലയാളം ഈ പുള്ളി പറയണ കുറച്ച് കാര്യങ്ങളോട് യോജിക്കാതെ പറ്റില്ല. പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ ഒരു ഇത് തുടങ്ങാൻ കാരണം കുറച്ച് കണക്ട് ആവാനും കുറച്ച് ഫാൻ ബേസും ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ഞങ്ങളുടെ ഒപ്പീനിയനിൽ ബെസ്റ്റ് സ്പോർട്സ് ഇൻ ദ വേൾഡ് ആണ് MMA. അതപ്പോ ഒരു മല്ലു കമ്മ്യൂണിറ്റിയിൽ അറിവ് കുറവാണെന്നുള്ളൊരു. പിന്നെ ഞങ്ങൾ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഞങ്ങൾ ഈ സാധനം വീഡിയോ എടുക്കുന്നതിന് മുമ്പേ തന്നെ എല്ലാ ആഴ്ച ഇവിടെ വന്നിരുന്ന് ഇതേപോലെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഈ ഒരു വീഡിയോ എടുത്താൽ എന്താ, ഈ സൈഡിൽ റെക്കോർഡ് ചെയ്തിട്ട് അതങ്ങനെ എഡിറ്റ് ചെയ്ത് ഇട്ടാ പോലും. 5 കൊല്ലമായിട്ട് ഞങ്ങൾ ഇതിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും മനസ്സിലാവും, റെക്കോർഡൊന്നും അല്ല. അപ്പൊ എന്ത് അപ്പൊ അങ്ങനെ എന്ന് പറയാൻ പോകുന്നൊന്നുമല്ല ഗൈസ്. UFC 305 കുറിച്ചാണ് ഗൈസ്. അപ്പൊ അഡസാനിയ vs DDP ഗഡ്ജ് മാച്ച് ആണല്ലേ? ശരിയാണ്. കാരണം ഈ പുള്ളി DDP എന്തൊക്കെയാ പറഞ്ഞത്, ആഫ്രിക്ക എന്നൊക്കെ പറഞ്ഞ് കൊറേ തെരയൊക്കെ പറഞ്ഞില്ലേ. DDPയുടെ ഒരു അണ്ടർറേറ്റഡ് എലമെന്റ് ആണ് ട്രാഷ് ടോക്ക്. സ്ട്രിക്ലൻഡ് കയ്യിന്ന് പോയി. സ്ട്രിക്ലൻഡ് ഭയങ്കര അണ്ടർറേറ്റഡ് ആണ്. അപ്പൊ DDP അഡസാനിയെ പറ്റി പറഞ്ഞൊരു കാര്യമുണ്ട്. അഡസാനിക്ക് അത് കൊണ്ട് ആഫ്രിക്കനല്ല. ഇപ്പൊ എങ്ങനെയാണ് ടച്ച് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. പുള്ളി അത് കൊള്ളിക്കേണ്ട കാലത്ത് കൊള്ളിച്ച്. അത് നീ യോജിക്കണുണ്ട് DDP അഡസാനി ആഫ്രിക്കൻ ആണോ അല്ലേ എന്നുള്ള കാര്യത്തില്? പുള്ളി പറഞ്ഞത് അഡസാനി മാത്രമല്ല ആഫ്രിക്കൻ എന്നല്ല പറഞ്ഞത്. ഉസ്മാനെ പറഞ്ഞ്, എങ്കാനെ പറഞ്ഞ്, അഡസാനിനെ പറഞ്ഞ് 3 ഡോമിനന്റ് ആഫ്രിക്കൻ ചാമ്പ്യൻസ് ആയിരുന്നു ആ സമയത്ത്. അവര് 3 പേരെ കുറിച്ചാണ് പറഞ്ഞത്. അവരിപ്പോ 3 പേര് ആഫ്രിക്കൻ ചാമ്പ്യൻസ് അല്ല, ചാമ്പ്യൻസ് അല്ല. പക്ഷെ എന്ത് വെച്ച് നോക്കിയാലും അവര് ആഫ്രിക്കൻസ് ആണ്. ഞാൻ എതിരെ പറഞ്ഞ എന്നാലും എന്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പൊ ആഫ്രിക്കയിൽ ജനിച്ച് ആഫ്രിക്കയിൽ നിന്ന് മൈഗ്രേറ്റ് അവസ്ഥ കൊണ്ട് ആഫ്രിക്കയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വേറൊരു കൺട്രിയിലോട്ട് പോയി അവിടെ ജീവിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും പോലെ ആഫ്രിക്കയിൽ ജീവിക്കുന്ന ഒരാളുടെ അത്രയും ക്ലെയിം ചെയ്യാൻ പറ്റുമോ? മാത്രം പറയാനുള്ളൂ. എന്നാലും ഞാൻ പറഞ്ഞ പോലെ എന്നാലും നമുക്ക് അതിന്റെ പൊളിറ്റിക്സിലോട്ട് നടക്കണം. നമുക്ക് ഫൈറ്റിലോട്ട് നോക്കുകയാണെങ്കിൽ ഗൈസ്, പ്രഡിക്ഷൻ ജസ്റ്റ് ഫസ്റ്റ് തന്നെ പറയുന്നത് ഞാൻ ആയിരിക്കും പറയുന്നത്. ഇനീഷ്യൽ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DDP കുറച്ചും കൂടി വെൽ റൗണ്ടഡ് ആണെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇപ്പൊ ഒന്ന് ഗ്രൗണ്ടിലോട്ട് പോയാലും DDPക്ക് കുറച്ചും കൂടി ടൂൾസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഗ്രൗണ്ടിൽ കൺട്രോൾ ചെയ്യാനാണെങ്കിലും. പിന്നെ എനിക്കൊരു ഡൗട്ട് വന്നത് ഈ അടുത്ത് ഇസി കുറച്ചും കൂടി ബിൽഡപ്പ് ചെയ്ത് സൈസ് കൂടിയിട്ടുണ്ട്. അപ്പൊ ചിലപ്പോ അതൊക്കെ മുമ്പിൽ കണ്ടിട്ടായിരിക്കണം ഇസി സൈസ് കൂട്ടിയേക്കണത്. പക്ഷെ എന്നാലും എനിക്ക് എവിടെയോ DDP ജയിക്കാനാണ് ചാൻസ്. പക്ഷെ അപ്പോഴും ഹാർട്ടും ബ്രെയിനും പറയണ പോലത്തെ രീതിയിൽ ഹാർട്ട് പറയാണ് ഇസി ജയിക്കണം, പക്ഷെ ബ്രെയിൻ പറയാണ് DDP ജയിക്കണം. പക്ഷെ UFC നമുക്ക് എന്ത് നടക്കാന്നറിയാം. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഈസിയുടെ 2 വർഷം കണ്ടിട്ടുണ്ട്. ഒന്ന് കണ്ടന്റർ ഇസി, ഒന്ന് ഡിഫറെന്റ് ലൈക്ക് ചാമ്പ്യൻ ഇസി. കണ്ടന്റർ ഇസി എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മോസ്റ്റ് എൻ്റർടൈനിങ് ഫൈറ്റേഴ്സ് ആണ് എൻ്റെ അഭിപ്രായത്തിൽ. കാരണം അയാളുടെ ഒരു റിസ്ക് എടുത്ത് ലൈക്ക് ഒഫൻസീവ് അറ്റാക്ക് ചെയ്ത് റിസ്ക് എടുത്ത് ഒരു ലൈക്ക് ഗ്യാസ് ചാമ്പ്യൻസിന്റെ ഫൈറ്റ് ഒക്കെ നോക്കിയാൽ മനസ്സിലാവും, ഒന്നും പറയാനില്ല. പക്ഷേ ചാമ്പ്യൻ ആയപ്പോൾ പുള്ളി വിചാരിച്ചു എനിക്കെന്തായാലും ഇപ്പൊ ചാമ്പ്യനായി, പൈസയുണ്ട്, കരിയർ ലോഞ്ചിവിറ്റി ആണോ വേണ്ടത്, എക്സൈറ്റ്മെന്റ് ആണോ? പുള്ളി എന്ത് ചെയ്ത് സേഫ് ആയിട്ട് പുറകിൽ നിന്ന് ലെഗ് ചെയ്ത് ജയിക്കാൻ തുടങ്ങി. അപ്പൊ വൺ ഓഫ് ദി ബെസ്റ്റ് പൊട്ടൻഷ്യൽ ഫൈറ്റ് സൂപ്പർ സ്റ്റാർ ആവേണ്ട ഒരാൾ ഫൈറ്റ് സ്റ്റൈൽ മാറ്റി കഴിഞ്ഞപ്പോഴേക്കും ഒന്നും പറഞ്ഞത് ആണ് ഹെയ്റ്റ് വരാൻ തുടങ്ങി. എന്താ കാര്യം എന്നറിയില്ല. ഭയങ്കര ഡോഗിന്റെ ഇഷ്യൂ അങ്ങനെ പലതും പറയുന്നുണ്ട്. ചൈന അങ്ങനെ ഇതുണ്ട്. അപ്പൊ പുള്ളിനെ ഹെയ്റ്റ് വന്നു തുടങ്ങി. പക്ഷെ കണ്ടന്റർ ഇസി വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഫൈറ്റേഴ്സ് ആണ്. ഹംഗ്രി ഇസി നിങ്ങൾ എടുത്തു നോക്കിക്കോ. നിങ്ങൾ എവിടെ നിന്ന് എടുത്തത്? ഇപ്പൊ റോബർട്ട് വിക്കറ്റായിട്ട് ഫസ്റ്റ് ഫൈറ്റ് ചെയ്ത് ഇസി, സെക്കൻഡ് ഫൈറ്റ് ചെയ്ത് നമ്മൾ വ്യത്യാസം നോക്ക്. സെക്കൻഡ് ഫൈറ്റ് ചെയ്ത് ഇസി പേടിച്ച് കൗണ്ടർ ചെയ്ത, ഫസ്റ്റ് റിസ്ക് എടുത്തില്ല. വേണ്ട, ജയിക്കാനുള്ള വഴി അറിയാം. പക്ഷെ ഫസ്റ്റ് ഈസി അങ്ങനെ ആയിരുന്നില്ല. കൗണ്ടർ ഒക്കെ ചെയ്ത് ഫസ്റ്റ് റൗണ്ട് തന്നെ വിട്ടേക്കുന്ന ഡ്രോപ്പ് ചെയ്ത് ഒന്നും പറയാനില്ല.
അപ്പൊ അങ്ങനെ വെച്ച് ഞാൻ നോക്കുകയാണെങ്കിൽ ഞാൻ പറയും DDP അടിപൊളിയാണ്, സൂപ്പറാണ് ഗ്രാപ്ലിംഗ്. ലൈക്ക് ഇഫ് യു ടോക്ക് അബൌട്ട് ദ ഫൈറ്റ്, ലൈക്ക് ഗ്രാപ്ലിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ DDPയുടെ 5 ഗ്രാസി ബ്രാവോന്റെ ഒരു ഗ്രാസി ബ്രാവോന്റെ ഒരു ടൂർണമെന്റിൽ 5 റോയർ ഗേസിയുടെ ലൈക്ക് സ്റ്റുഡൻസിനെ സബ്മിറ്റ് ചെയ്യണ ഒരു വീഡിയോ ഉണ്ട് DDP. അത് ഒരു വെറും ചുരുങ്ങിയ ടൈം കൊണ്ട്. അപ്പൊ ഗ്രൗണ്ടിൽ എലമെന്റ് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. പക്ഷെ ഒഫെൻസീവ് ടേക്ക് ഡൗൺ ഓഫ് DDP എബിലിറ്റി എനിക്കറിയില്ല. അത് പ്യുവർ ടേക്ക് ഡൗൺ എബിലിറ്റി. അപ്പൊ ഈ സി എന്ന് പറഞ്ഞാൽ ഹൈ ടേക്ക് ഡൗൺ ഡിഫൻസ് ആണ്. PC അടിയിൽ എത്തിക്കഴിഞ്ഞാൽ DDP മേജാണ്. പക്ഷെ അങ്ങനെ എത്തിക്കാനുള്ള ഇപ്പൊ കംസത്തിനൊക്കെ പോലെ ടേക്ക് ഡൗൺ ചെയ്യാനുള്ള ഒരു കഴിവ് DDPക്ക് ഇല്ല, അത്രക്കില്ല. അങ്ങനെ ഞാൻ നോക്കണമെങ്കിൽ എന്റെ പ്രഡിക്ഷൻ ഒന്നും പറയാനില്ല ഗൈസ്. ഞാൻ പറയുന്നു അടസാന ജയിക്കുന്നതാണ്. അടസാന ഒരു ലേറ്റ് 4th റൗണ്ട് TKO ആയിരിക്കും. അതാണ് എന്റെ ബേസ് പ്രഡിക്ഷൻ. ഞാൻ പ്യൂർലി ഓൺ ദ ബേസ് കമ്പാരിസൺ ഓഫ് കണ്ടന്റ് റിസി വീസസ് DDP. ലൈക്ക് കണ്ടന്റ് റിസി എനിക്ക് അത്ര വലുതാണ്. അതുകൊണ്ട് താങ്കളുടെ ഫൈനൽ പ്രഡിക്ഷൻ എന്ന് പറയുമോ? DDP തന്നെ. DDP അപ്പൊ തന്നെ ഈ കണ്ടന്റ് റിസീനെ പറ്റി ഞാൻ പറഞ്ഞ പറ്റി ഒന്നും പറയാനില്ല. കണ്ടന്റ് റിസി എനിക്ക് തോന്നണ ഇപ്പൊ ഈ ടൈറ്റിൽ ഇപ്പൊ പോയത് കാരണം ചിലപ്പോ കണ്ടന്റ് റിസി ചിലപ്പോ തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്. ആ ഒരു കാരണം എന്തൊക്കെയോ മാറ്റങ്ങൾ നടന്നിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ ഇത്രയും ബ്രേക്ക് എടുക്കൂല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞത് റീചാർജ് ചെയ്യ്, ബോഡി ഹീൽ ചെയ്യാനുണ്ടായി, ഹീല് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഫൈറ്റേഴ്സ് ആക്റ്റീവ് ആയിരിക്കണം നല്ലതാണ്. പക്ഷെ ഓവർ ആക്റ്റീവ് ആയുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് അഡസാനിയ. സ്ട്രിക്ലൻഡ് എന്നൊരു ഫൈറ്ററായിട്ട് ഒരിക്കലും തോക്കേണ്ട ഒരാളല്ല അഡസാനിയ. അത് താങ്കൾ യോജിക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷെ അത് ഓവർ ആക്റ്റീവായിട്ട് ബേൺ ഔട്ട് ആയി പോയത് കൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ DDP ആണ് എന്നാണ് പറയുന്നത്. ഏർലി റൗണ്ട്സ് ഒരു 2-3 റൗണ്ട്സിൽ DDP ഗ്രൗണ്ടിൽ TKO നടക്കാനാണ് എനിക്ക് തോന്നണത്. പക്ഷെ അത് ഇതുപോലെ തന്നെ DDPക്ക് അഡസാനിയെ ടേക്ക് ഡൗൺ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടെന്ന് തോന്നണുണ്ടാവിച്ച ഫസ്റ്റ് റൗണ്ട് ഒന്നും നടക്കുന്നല്ല. കാരണം അഡസാനിനെ ആര് ടേക്ക് ഡൗൺ ചെയ്യണത് താൻ കണ്ടേക്കണം? ഞാൻ 205 അത് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ കാര്യമില്ല ശരിക്കും പാടില്ല. പക്ഷെ എനിക്ക് തോന്നണ അത് ഈസി 200 പൗണ്ടിൽ താഴെ വന്നേക്കണം ആ ഫൈറ്റിന്. ഞാൻ 220 പൗണ്ടും. അത് നമുക്ക് ശരിക്കും ഒരു ലോജിക്കൽ. DDP വെയിറ്റ് ഉണ്ട്, എന്നാലും ജാന്റെ അത്രയും ബിഗ് ആണ് DDP എന്ന് പറയരുത്. ജാന്റെ മറ്റേ കാലിന് സൈസൊക്കെ കണ്ടത്തോടെയാക്കി ഇത് ഇത്രയുണ്ട്. ഞാൻ ചെയ്യാൻ പറ്റി. അപ്പൊ എനിക്ക് തോന്നണ ഇതിപ്പോ മറ്റേ ഞാൻ ഡെവിൾസ് അഡ്വക്കേറ്റ് കളിക്കണേ ചെറുതായിട്ട്. കാരണം വിറ്റേക്കറിന്റെ അത്രയും ടേക്ക് ഡൗൺ എബിലിറ്റി ഇല്ല DDPക്ക്. പ്യുവർ ഒഫെൻസീവ് ടേക്ക് ഡൗൺ വിറ്റേക്കറിന് പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരിക്കലും DDPക്ക് പറ്റുമെന്ന് വിചാരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു വിറ്റേക്കറിനെങ്കിലും പൊക്കമുണ്ട് DDPക്ക്. വിറ്റേക്കറിനെങ്കിലും കുറച്ചും കൂടി സൈസ് ഉണ്ട് DDPക്ക്. പിന്നെ വിറ്റേക്കർ ഒരിക്കലും ടേക്ക് ഡൗൺ ചെയ്യാൻ പോവാറില്ല. ഇപ്പൊ ഷീസിനെ കൊറേ നോക്കിയ സെക്കൻഡ് ഫൈറ്റില് പൈസ എല്ലാം ഡിഫെൻഡ് ചെയ്ത് കുറെ വീടുന്ന കപ്പ എണീക്കുകയും ചെയ്തു. ഇംപ്രസീവ് ആയിരുന്നു. ഇസി സ്ട്രൈക്കർ ആണെങ്കിലും അടിയിൽ ഇസീനെ ആരും ഡോമിനേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. അലക്സ് പെരേരയായിട്ടുള്ള ഫൈറ്റില് മാത്രമാണ് ഇസി ഏറ്റവും കൂടുതൽ ഗ്രൗണ്ടിൽ ടൈം സ്പെൻഡ് ചെയ്ത് എനിക്ക് തോന്നുന്നു. അത് കൺസിഡർ ചെയ്യാനും ഈസിയാണ് ഗ്രൗണ്ടിലോട്ട്. അല്ലാണ്ട് പുള്ളി ഗ്രൗണ്ട് അതേ സ്പെൻഡ് ചെയ്തിട്ടില്ല. ആരും ടെക്നിക്കൽ അപ്പ ഇടിക്കും ചാടി എണീക്കും. അതുകൊണ്ട് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല DDPനെ ഇതാക്കും. കണ്ടറിയാം. അപ്പൊ എന്റെ ഫൈനൽ പ്രഡിക്ഷൻ ആണ് ഇസ്രായേൽ അഡസാനിയ 4th റൗണ്ട് TKO. അപ്പൊ ഗായ്സ് ഇതായിരുന്നു ഞങ്ങളുടെ പ്രഡിക്ഷൻ. ഞങ്ങൾ ഇതേപോലെ അടുത്ത ആഴ്ചയും വരുന്നതായിരിക്കും റെലവന്റ് ടോപ്പിക്സുമായി. അപ്പൊ ഗായ്സ് ഒന്നുമില്ല, ബെസ്റ്റ് 2 ചാനൽ തുടങ്ങിയെന്നുള്ളൂ സംസാരിക്കുന്നുള്ളൂ. കുറെ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും, ഞങ്ങൾക്ക് അറിയാം. അപ്പൊ അതൊക്കെ ജസ്റ്റ് നിങ്ങൾ ഒന്ന് സഹിക്കുക. ഇത്രേ ഉള്ളൂ ഗായ്സ്. അപ്പൊ എന്റെ പേര്